വാറ്റിന്റെ മറ്റേ കഥ കേട്ടായിരുന്നാ നീ? വാറ്റ് വിട്ടൽജിയുടെ പണിയ കഥ. കണ്ണാപ്പിയുടെ തള്ളു കള്ളി. നിങ്ങൾ പറ കണ്ണാപ്പിയുടെ സാമാന്യത്തിന് ഒരു കാല് പൊളിഞ്ഞു 1 മന്തായി സ്റ്റീലിട്ടൊക്കെ 6 months ഇടണം 4 months ബ്രേക്കപ്പ് ആയി ഒന്നും പറ്റിയില്ല. ചന്ദ്രനെ അങ്ങ് അടിച്ചു കൊല്ലേ. അങ്ങനെ ഒരു ചാലഞ്ച് ചന്ദ്രൻ അത് ചന്ദ്രൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്ന് വിഷ്ണു ബ്രോ അവസരം സൈഡ് ഇട്ട് പറഞ്ഞു ബ്രോ ചന്ദ്രനെ ഒന്നും പറ്റിയില്ല ചന്ദ്രനെ അടിച്ചു വരുന്ന ഒരു ചാലഞ്ച് ഒന്ന്. അങ്ങനത്തെ ചലഞ്ചൊക്കെയാണോ ചെയ്യാനുള്ള നീ വന്നിട്ടിരുന്ന്? ഇതൊക്കെയാണ് ചലഞ്ചായിട്ട് എങ്ങനെ കൂട്ടും കണ്ണാപ്പി? ഉണ്ണായ്മ കാണിച്ചിട്ട് അതിലൊക്കെ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ഉണ്ണായ്മയും കാണിച്ചിട്ട് വന്നിരുന്നത് അത് ചലഞ്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അല്ല ഇവൻ ആ ചത്തിട്ട് ഞാനാ ലാസ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് പറ. എന്തിനാണ് ഈ കാലിലിടെ ഒന്ന് ഇറങ്ങി ലൂട്ട് ചെയ്യുന്നത്? ഇത്രയും വീട് സ്ഥലമില്ലേ ഇത്? ഇവിടെ ഒരാൾ ഇറങ്ങുന്നത് കാണുമ്പോ അതിന്റെ ഇടയിൽ തന്നെ കുണ്ണാൻ കുത്തി വരുന്നത് എന്തിനാണ്? നിന്റെ അടുത്ത് തന്നെ മയിലേ എന്ത് നീ ആര് രാജാവാ? ഇവിടെ ചോദിച്ചാ എടാ അപ്പുറത്തോടാ കൂടെ എണിച്ചോ അറിയപ്പോ അവിടെ കറാ എല്ലാം പറയും വേണം മയന്. ഒന്ന് നിന്റെ അകത്തിരുന്ന് പറക്കുന്നു നോക്കിയാണ് മയനെ അടിച്ച് കൊല്ലട്ടാ ഞാനങ്ങ്. കുരിയിലവിടെ കുരിയലിരുന്ന് എടാ വാറ്റിന്റെ മറ്റേ കഥ കേട്ടായിരുന്നാ നീ? വാറ്റ് വിട്ടൽജിയുടെ പണിയ കഥ. കഥ കണ്ടില്ലേ നീ? റീൽസ് അയച്ചു തരാം. പണ്ട് ഒരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു വാറ്റിന്. 23-24 വയസ്സുള്ള സമയത്തെ വാറ്റിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നത്. അങ്ങനെ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോ പിത്തളിച്ച് കുരിഞ്ഞ് കീയരുത്. കുരിഞ്ഞ് എല്ലാം കാണിച്ചിരിക്കരുത്. ആ സമയത്ത് ഇവനെ കൺട്രോൾ പോയിട്ട് ഇവൻ എണ്ണ ഇട്ട് നേരെ കയറി പിത്തളിന്റെ വീഡിയോ പിടിച്ചത്. അല്ല ഞാൻ കണ്ടില്ലേ? അങ്ങനെ പോലീസ് പിടിച്ചത് റേപ്പ് കേസിലായിരുന്നു. ഇല്ല കണ്ണചേട്ടൻ പിടിവിട്ടില്ല. കണ്ണചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് റിഗ്രറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു. ഭാഷണത് പുറത്തു വിടുമെന്ന് പറഞ്ഞു. പുത്തൽ ചോട്ടാരത്തേക്കുള്ള അവസ്ഥ ഞാൻ ആലോചിച്ചത്. ഇവന്റെ സാമാന്യം പോകൂല ഒന്നും പോകൂല. കണ്ണചേട്ടൻ അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ് മെസ്സേജ് ഐ എൻജോയ്ഡ് ലോട്ടത്. ഐ എൻജോയ്ഡ് ലോട്ട്. വാച്ച് നിന്റെ ക്വിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ആ കഥ പറഞ്ഞ ക്ലിപ്പ് മാത്രമായിട്ട് വൈറലായി. ആ ക്ലിപ്പ് മാത്രം പറയുന്നൊരു കഥ ഇപ്പൊ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഹെൽഡർ ഗെയിമിംഗ്. അവൻ ഹെൽഡർ ഗെയിമിംഗ് അത് കണ്ടന്റ് ആക്കി ഇട്ട് വാറ്റിന്റെ വാറ്റിന്റെ സാമാനക്കഴകളുടെ കഥ. വാറ്റിന്റെ കഴക്കഥ. ടാക്ടിക്കൽ ബാക്ക് എന്താണ്? ടാക്ടിക്കൽ ബാക്ക് എന്താ? അതെടുത്ത് വെച്ചേക്ക്. അത് ഒളിച്ചിരിക്കാൻ പറ്റും. അതിൽ ഒളിച്ചിരിക്കാൻ പറ്റും എന്തൊക്കെയാടി പറയുന്നത്? അതല്ല ടാക്ടിക്കൽ ബാഗ്. അത് ഇത് ഗണ്ണെടുത്ത് വെക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നതാണ് ടാക്ടിക്കൽ ബാഗാണ് ഇത് പറഞ്ഞത്. അതെടുത്തപ്പോ M4 എല്ലാം പോയി. ഒരു ഗണ്ണെടുത്തിട്ട് ഒരു ഗണ്ണെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നിനക്ക് അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ഹലോ ഹാപ്പി അല്ലേ? ഞാൻ അടുത്ത കഥയുണ്ട് ചന്ദ്രന്റെ. ലുങ്കിക്കളി വിത്ത് ചന്ദ്രൻ. ഒരു ഹോളുള്ള ലുങ്കി അവന്റെ. നല്ല ഓർമ്മയുണ്ട്. ചന്ദ്രന് പാലക്കാടുള്ള കുറച്ച് തമിഴ് എല്ലാ ദിവസവും നേരെ വരും കേട്ടോ. എന്നിട്ട് കുക്കറിന്റെ റൂമിലേക്ക് പോയിട്ട് വെളിയിൽ ക്യൂ ചെയ്യണം. ചന്ദ്രൻ ഇറങ്ങിയാലേ കയറാൻ പറ്റൂ. ഞാൻ കൊള്ളാറുണ്ട് കൊള്ളാറുണ്ട് കണ്ണാപ്പി. നിന്നെ പോലത്തെ ചളിച്ച സാധനമല്ല. റേറ്റിംഗ് ഒക്കെ ഉണ്ട് ചന്ദ്രന്റെ. അത്
കൊച്ചിന്റെ 4th ബർത്ത്ഡേ വിഷ് ചെയ്യാവോ നെയിം ആദിത്യൻ. ആദിത്യ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആദിത്യ മോനെ. ഈ അങ്ങള് മോശമാണ്. ഈ അങ്ങളുടെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞത് ചാറ്റ് വരുമ്പോ പറയണം അല്ലേ. ഈ അങ്ങള് കൊള്ളില്ല, ഈ അങ്ങള് മോശമാണെന്ന് പറഞ്ഞു. വീറ്റ വരെ പിത്തളജിയുടെ പോലീസ് പിടിച്ചു പയ്യെന്ന് പറയുന്നത്. അല്ല വിഷ്ണു ബ്രോ എന്ന് പറയുന്നത്. അത് വിപ്സി ആൻസൂറ്റിന് മാമന്റെ ആൻസൂറ്റിന് ഇടിച്ച് പിടിച്ചത്. എന്റെ ചാലഞ്ച് നോക്കണോട്ടെ. എന്റെ ചാറ്റിലേക്ക് എല്ലാരും ലൈക്ക് അടിക്കണേ, എല്ലാരും ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാത്തമാർക്കൊക്കെ സാമാനത്തിൽ സക്കീറിന്റെ സാമാനം കിട്ടും നിനക്കൊക്കെ. കണ്ണാമി അപ്പൊ ലൈക്ക് അടിക്കാത്തമാർക്ക് സക്കീറിന്റെ സാമാനം കിട്ടും. കണ്ണാപ്പി ലൈക്ക് അടിക്കണ്ട, കണ്ണാപ്പി കിട്ടി. കണ്ണാപ്പി ഒരു തള്ളു കള്ളി. നിങ്ങൾ പറ കണ്ണാപ്പിയുടെ സാമാനത്തിന് ഇത്ര നീളം ഉണ്ടെന്ന്. ആ ഈ വിരൽ തൊട്ട് ഇതുവരെ അവന് സാമാന്യ നീളം ഉണ്ട്. അവൻ ആരവൻ? അത് അവന്റെയും പോപ്പോയുടെയും ഓ കണ്ണാപ്പിയും പോപ്പോയും കൂടെ നിക്കറ് വിട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞതാ അത്. എന്തൊക്കെയാണ് പറഞ്ഞു ചന്ദ്രന്റെ ചിരിയെ കേട്ട് ചന്ദ്രന്റെ ആ സാമാനം ഉള്ള പോലാണ്. ഇങ്ങനെയൊക്കെയാണ് സംശയം ഉണ്ടെങ്കിൽ നീ എനിക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാം. സംശയം കണ്ണാപ്പി അണ്ണ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ? എനിക്ക് കാണിച്ചു തരാൻ പറ്റൂലല്ലേ? നല്ല കാണിച്ചു തരായിരുന്നു. നിന്നെ പോലെ മറ്റേ കുതിരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല എന്തായാലും. കുതിരയല്ല, ആന. ആനയുണ്ട്, ആനയായിട്ടുള്ളവരാണ്. അഞ്ചാം കാല്. നീ ഇവിടെ നീ എന്റെ തള്ളു ഒന്ന് നിന്നിട്ട് സമ്മതിക്കുന്നില്ല ഒരു മര്യാദ. കണ്ട ഇപ്പോഴും കണ്ട മരുന്ന് 5 മരുന്ന്. രണ്ട് കൈ കൊണ്ട് പീസ് കളിച്ചാണ്. അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ചാലഞ്ച് ചെയ്യാൻ ആലോചിക്കട്ടെ. അണ്ണാ ഈ ചാലഞ്ച് ഒന്ന് കേട്ടോ. 1111 കില്ലിൻ 150. അപ്പൊ നിനക്ക് വേണ്ടി പ്രത്യേക പാന്റ് എന്തെങ്കിലും ഉണ്ടാ? ജെട്ടി ഇടാറില്ല. ജെട്ടിയൊന്നും ഇടാറില്ല. അപ്പൊ നീ ഈ അരക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി വെക്കും ഇങ്ങനെ. ചന്ദ്രൻ എന്തൊക്കെയാ ചന്ദ്രൻ പറയുന്നത്? ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞ ചന്ദ്രനെ ചിരിക്കുന്നത്. നിനക്കറിഞ്ഞൂടെ അവന് മറ്റേ അവന് ഒരു കാര്യം അയ്യാതാകുമ്പോ സാമാനം കുത്തി നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലേ? അല്ല നിന്നെയല്ലേ പറഞ്ഞത്, കണ്ണാപ്പിനെ. ഓൺലൈൻ വാങ്ങിയതിന്റെ സൈസ് ആവുന്നത് സത്യം. ഇവൻ മറ്റേ നമ്മളൊരു വിരലിൽ ഉറയിടുന്ന പോലെ ഇവൻ സാമാനത്തിന് വേണ്ടി കൂടി വേറെ സാധനം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുഖമായിട്ട് പോണു. കണ്ണാപ്പിയെ കടന്നേ മറ്റേ പറയല്ല വാങ്ങുന്നു. മറ്റേ കിച്ചണില് മറ്റേ കൈയിടുന്ന പറയണ വാങ്ങുന്നു. ഞാൻ ഈ ചാലഞ്ച് വീടിന്റെ അടുക്കള ഇരുന്ന കൈവറ അതാകുമ്പോ മൾട്ടിപ്പിൾ യൂസാ. കേക്കണം. ബ്രോ എടാ കണ്ണാപ്പ എത്ര നേരം കഴിക്കണം? എന്തിന്? മറ്റേ മരുന്ന്. ഏത് മരുന്ന്? നീട്ട വെച്ച അല്ലടാ സാമാന്യ മനുഷ്യർക്ക് ഒരു എന്തായാലും ഇതുണ്ടാവും, മനസ്സിലല്ലേ? എനിക്ക് ഒരു സൈസ് ഉണ്ടാവും. ചന്ദ്ര ഇവന് സാമാനം കാണത്തോണ്ട് മൈക്രോസ്കോപ്പ് വെച്ചാണ് അവ അളന്നത്. അതാണ് ചന്ദ്രൻ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ബ്രോ ബ്രോ എന്തായിരുന്നു പറഞ്ഞേ? ചന്ദ്രൻ ഒരു ഡ്രിങ്ക് തന്നെ. ഡ്രിങ്ക്
ഡ്രിങ്ക് ഇല്ല ഹെൽത്ത് ഇല്ല. ഓ ഇവിടെ ഹെൽത്ത് ഡ്രിങ്ക് പുണ്ടശ്ശേരി കുടിക്കാനല്ല എനിക്ക് തരാൻ. ആ നീ ആയിരുന്നല്ലേ ഇന്നലെ ഞാൻ തൃശ്ശൂരാന്ന് പറഞ്ഞ എന്നെ ഇന്നലെ വിളിച്ചത്. എന്നെ മോഡാക്കോ ബ്രോ, ഇവിടെ ആക്റ്റീവ് അല്ലേ മോഡാക്കോ, ഇവിടെ ഫുൾ ആക്റ്റീവ് ലൈവ് ഇട്ടിട്ടല്ലേ? അല്ലല്ല ഇന്നിട്ട് ഡെയിലി ലൈവ് ആണ്, റെഗുലർ ലൈവ്. അവൻ ലൈവ് ഇട്ടാണ് ആക്റ്റീവ് ആയാലേ മോഡാക്കുള്ളത്. ഉള്ള മോഡറേറ്റർ ഇറങ്ങി പോകാതിരിക്കും. മാറ്റെണ്ണം പോയോന്ന്. ആ ഇനിയിപ്പോ എടാ ഇത്ര നാളെ എന്നെ ചെയ്തേട്ടാ, ഇപ്പൊ നിന്നെ ടാർഗറ്റ് ചെയ്തോട്ടോ കേട്ടാ. മനസ്സിലാവില്ല. അവൻ ഒന്നും അറിയാത്ത ഒരാഴ്ച കഴിഞ്ഞ ലൈവിലോട്ടൊന്നും പോയാ മനസ്സിലായി. അറിഞ്ഞില്ല പുള്ളി അറിഞ്ഞില്ല. അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലേ പുതിയ? വലിയ പ്രശ്നമാണ് അണ്ണാ. ഈ കാരണം മിനി 40 കാട്ടി അല്ലാതാ സ്നൈപ്പ് ചെയ്ത് കളിക്കാം. രോഹൻ മെമ്പർഷിപ്പ്. രോഹൻ ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ഫിഫി വെൽക്കം ടു സ്ട്രീം. ഫിഫി ഇവിടെ ആളുണ്ടേ ഈ പച്ച മാർക്കില് പറഞ്ഞു കഴിഞ്ഞപ്പോ പോയി കളത്തി കളയുന്ന പോലെ അവിടെ ചോദിക്കുന്നത്. 10 ഇല്ല എടുക്കണോ നിനക്ക്? എന്നാ പിന്നെ അടിച്ചു കളിക്കാം. വാ ഇല്ല അടിച്ചാൽ നമ്മൾ ഇത്രയും എന്നാ പിന്നെ അടുത്തോടെ അടിച്ചോളി. അടുത്തോടെ ഡിന്നറിന് 10 കളിക്കാം. അപ്പൊ അടുത്ത കളി എവിടെ? ഓറഞ്ച് ആണോ? ഡ്രിങ്ക് അടിക്കാനാ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നേ വെറുതെ. പോയിന്റ്സ് ഡെയിലി റീസെറ്റ് ആണല്ലേ? ഡെയിലി ഒന്നുമില്ല. സരക്കണ്ണ 25 ചലഞ്ച് കൊടുത്തിട്ട് വേണ്ട അന്ന് കണ്ണം മുണ്ട ഇറങ്ങിയ ഒരു മടിയാണ്. അതെന്തിനാണ് 25K ചലഞ്ച് എന്തിനാണ് നമുക്ക്? അപ്പം നോക്കട്ടെ 25K ചലഞ്ച് എന്ന് വെച്ചാല് 1111 കില്ല് 150 ഡേ 3 മാസം. 30 ദിവസത്തിലാ? 150 ദിവസത്തിന് നിനക്ക് 1200 കിലോ എടുക്കാൻ ചലഞ്ച് എന്നിട്ട് വയ്യേ? 150 ദിവസം. അയ്യോ ഞാൻ ദിവസം വെച്ചാ കുട്ടിയല്ലേ 150 ദിവസം കണ്ടാ 3 മാസം ആവുന്നത് പട്ടി. 90 ദിവസം 3 മാസത്തേക്ക് 90 ദിവസം. 90 ദിവസത്തിൽ എനിക്ക് 1711 കില്ല. അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അല്ലളിയാ 3 മാസം അല്ല 150 ദിവസം. 150 ദിവസമാണ്. അപ്പൊ 5 മാസം അല്ലേ? 5 മാസം എനിക്ക് 1000 കിലോ എടുക്കണേ നീ കളിക്കുന്നുണ്ടോ? അയ്യോ 5 മാസം ഉണ്ടായിരുന്നാ? അയ്യോ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അണ്ണാ. ഞാൻ ചിന്തിച്ചില്ലെന്നാ. ഞാൻ 2 മാസമാണ് ചിന്തിച്ചേ. ഞാൻ റിജക്ട് ചെയ്യില്ല. ഞാൻ വേറെ നിന്റെ കൊച്ച സാമാനത്തിൽ തിരിക്കോട്ട് കയറ്റി ഞാൻ തിരിക്കും കേട്ടോ. തിരിക്കോട്ട് കയറ്റി തിരികെ ഓട്ടത്തിൽ തൊലി ഉളവിപ്പോ മൈരി അടങ്ങിയിരുന്നു. ആ ചാലഞ്ച് ഞാൻ നാളെ തൊട്ട് അക്സെപ്റ്റ് ചെയ്യാം. നാളെ തൊട്ട് ഞാൻ കണ്ടേ വിഷ്ണു ബ്രോ. ഞാൻ ചിന്തിച്ചു പോലില്ല. പറഞ്ഞേട്ടാ 3 മാസം ഉള്ളത് 1000 കിലോക്ക് 3 മാസം ഉള്ളത്. അതാണ് അതന്നെ കൂടുതലാ. ജിതിൻ ജോയ് ബ്രോ ചാറ്റിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ജിതിൻ ജോയ് ബ്രോ കാര്യം ക്ലിയർ ചെയ്യാനാണ്. കാരണം ഇന്നലത്തെ ചലഞ്ചില് 4 പേര് 600 കിലോ വെച്ച് 1 മാസം എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ 4 പേര് നമ്മളിപ്പം കളിക്കാനായിട്ട് ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാനും വിപ്സിയും മാത്രമേ ഇപ്പൊ ഫുള്ളായിട്ടുള്ള. പിന്നെ മൂന്നാമത് വില്ലത്തിന് ആഡ് ചെയ്താൽ പോലും വില്ലത്തി ഇപ്പൊ ഈ മാസം കുറച്ച് ഫ്രീ അല്ല. അതായത് ഇവിടെ ഒക്കെ ഉണ്ടോ? വീഡിയോ എടുക്കട്ടെ. നിന്റെ സാമാനം വീഡിയോ എടുക്കട്ടെ. എന്റെ സരകടനെ വിട്ട് പോവല്ലേടാ നീ. എന്നാ സൂര്യബോസിനെ പറവൻ ഇട്ട റീസൺ നീ എന്നെ വേറെ സെർവറിൽ കളിക്ക് ഇവിടെ ഇരുന്ന് ഉമ്മണ്ടാന്ന്. അതാര് പറഞ്ഞാല് അവനോട് ആ റീസണില് അത് തന്നെയാണ് റീസൺ. എടാ കുണ്ണയും കുത്തി മൈരേ നീ എവിടെ പോയത്? നീ ഞാൻ ഇവിടെ ഫൈറ്റ് ഇവിടെ മൊത്തം സ്മോക്ക് ഇവിടെ ഇരിക്കുന്ന എവിടെ നോക്കിയാണ്? ഷാക്കിന്റെ അകത്ത്. ഇനി അവിടെ തന്നെ ഇരുന്നോ? ഇനി കുണ്ണയും കുത്തി അവിടെ തന്നെ ഇരുന്നോ?
എന്നാ ഈ ഫ്രണ്ടിലെ കോമണ്ട് വിളിക്കാളിയാ വാ. അല്ലെ നമുക്ക് ഈ വശം വിട്ടാൽ ഇവിടെ ആളൊന്നും കുത്തി നമുക്ക് ബാക്കി അടിക്കൂലേ? ഇല്ല നമുക്ക് പച്ച പിടിക്കാം. അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിനെ അവിടെ കവർ ചെയ്യാൻ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. കവർ ചെയ്തേ. പിന്നെ കവറല്ല പറയും പോവേ. കവർ ഉണ്ടാക്കി തരാം നമ്മളെല്ലാം കൂടി. ചെയ്യാൻ പറ്റൂല പറഞ്ഞല്ലേ ചാന്നേ ചത്തോ. എടാ മല്ലു ഗെയിമറേ, എടാ നീ ഇവിടെ കേറുന്നത് ഇവിടെ വണ്ടി ഇടാനാണ്. നീ ഇപ്പൊ ചാവും. നീ ചാവും. നീ അവിടെ ഇരുന്ന് ചാവും. നീ നടക്കാൻ പോണം. ആരുടെ ഇവിടെ ടൈം ഔട്ടൊക്കെ മേടിക്കുന്നവരിന്റെ ഇവിടെ ഇരുന്ന് അടിയുണ്ട്. ആരായിരിക്കും എണ്ണ റൈഡ് ഇതാ എണ്ണ റൈഡ് ഇതാ എണ്ണ ആര് അലീമി അവനെ കിക്ക് ചെയ്താ. റീസൺ എന്തിനാ അങ്ങനെയാണ് അവിടുത്തെ നോക്ക്. റീസൺ എന്തോ പോയി ഊമ്പാണെന്നെന്തോ പറഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഊമ്പുണ്ടെന്നാ അങ്ങനെയാണോ റീസ് ഇട്ടിരിക്കുന്നത്? അത് മറ്റേ ഇപ്പൊ ഇത് കൊടുക്കേണ്ട ആവശ്യം എന്തിനായിരുന്നു? അതറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിട്ട് അവരായിരിക്കും അതില് പറയാനുള്ളത് എന്തിനാന്ന് വെച്ചാ പറഞ്ഞു. നമ്മളൊന്നുമില്ല. നല്ല ക്ലാസ് ആരാണെന്ന് നോക്കിയിട്ട് പറഞ്ഞു. ആരെ പറഞ്ഞ ഇട്ടത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഇട്ടവനെങ്കിൽ പറഞ്ഞു. അതൊന്നും ഒരു സീനില്ല. നല്ല ഗെയിമറ നിനക്ക് സ്വർണ്ണക്കടയെ കൊണ്ട് അളിയോ നമ്മള് അവിടെ പറഞ്ഞിറങ്ങിയ സാറൊക്കെ നമുക്ക് ഇവിടെ പിടിച്ചാൽ കുറച്ചുകൂടി സെന്റർ ആയിരിക്കും. അല്ലെ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിൽ തന്നെ കൊന്നിട്ട് പോയാലോ? അല്ലെങ്കിൽ അവൻ വെക്കുന്നുണ്ട് ഇവിടെ അവന്റെ ടീമേറ്റ്. പൊട്ടിക്കോ ഇവിടെ ഇവിടെ ഒരുപാട് അതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി. അവിടെ കൊണ്ട് കുത്തു വന്നാ ആ കോമ്പൗണ്ട് കുറച്ച് സെന്റർ ഏതാണ്? നീ ബാക്കിലാണോ? അല്ല ഫ്രണ്ടിലല്ലേ അടിച്ചോ? ബ്ലൂലല്ലേ അടിച്ചോ? ബാക്കിലുണ്ട്. ഫുൾ സ്ക്വാഡ് അല്ലാന്ന് തോന്നുന്നത്. ഇല്ല ഓൾറെഡി 1 2 3 4 രണ്ടുപേരുണ്ട്. വേറെ വേണ്ട. നീലയില് വേറെ വണ്ടി വന്നേ. നമുക്ക് ഇങ്ങോട്ടാണ് ഇപ്പൊ അടി വന്നേ. വീടല്ലേ കണ്ണാപ്പി നോക്കാല്ലേ. കണ്ടില്ല റിബല് വീണത്. പ്രോ പ്ലെയർ ആണോ നീ? നമ്മുടെ ഒപ്പൊക്കെ കളിക്കോ? ഉഷാക്കൂല അവന്മാര്. ചാൻസ് കുറവാ. കാരണം അവന്മാർക്ക് സോണും കുറച്ച് സെന്റർ ആണ്ട്. സോൺ അങ്ങോട്ട് പോകും. അതിനെടുക്കേണ്ടി വരും. അടുത്ത സോൺ കിട്ടിയ ഭാഗ്യം. പുറത്ത് വേണ്ടി വരുവാടാ. നമ്മൾ ഇന്ന കോമ്പൗണ്ടിന്റെ അറ്റം അതേ ഉള്ളു. ഇത് സോണാണ്. ഞാൻ പറയണ ഈ ഫൈറ്റിന് എടാ കണ്ണാപ്പി കഴിവേറ് കഴിയാ. നീ അവിടെ കടന്നു എന്നെ രക്ഷിക്കാൻ. അല്ല ഞാൻ പറഞ്ഞിട്ടോ നമുക്ക് സോണിൽ കയറണ ഇനി അങ്ങോട്ടാ കളിയാ. അവന്മാരുടെ അടുത്തല്ല. അവന്മാരെ അടിച്ചിട്ട് കയറാൻ പാടാണ്. നമുക്ക് ഈ കോമ്പൗണ്ട് ഇല്ലേ
പക്ഷെ കറക്റ്റ് ഹെഡായിരുന്നു കേട്ടോ അവന്റെ. അതേ നടക്കത്തുള്ളൂ. അണ്ണാ നിന്നെ എടുക്കാൻ പറ്റത്തില്ല അണ്ണാ ഒരു ഇല്ല എന്റെ ചിപ്പ് എടുക്കാൻ പറ്റും. എന്റെ ചിപ്പ് എന്റെ നിങ്ങൾക്ക് സേഫ് ആണ്. എന്റെ ചിപ്പും ചപ്പും കിട്ടിയിട്ട് എന്തിനു ചെയ്യാം നമുക്ക്? ഇല്ല എന്നെ പൊക്ക്. അല്ല നമ്മളില്ലല്ലോ. 10 കിലോ 800 രൂപ. ഞാൻ വണ്ടിയോട് കുത്തട്ടോ അല്ലെങ്കിൽ നീ വണ്ടി കുത്താതെ പയ്യൻ കയറി അവരെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാൻ വന്നത്. പ്രജീഷ് പ്രോ പേരൊക്കെ മാറ്റി ഇറങ്ങിട്ടെ. പ്രജീഷ് അറിഞ്ഞാ പ്രകാശ് മാര് നമുക്കറിയാം നിങ്ങളാന്നറിയാം നമുക്ക്. അവന്മാരെ ഇവരിപ്പോ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അവനോക്കായ നൈസ് അണ്ണാ. ആ വീണ്ടാ തന്നെ ഒരു ടീം കഴിഞ്ഞുള്ള ഇനി ഒരു ടീം കൂടെ ഉണ്ട്. കണ്ട് പഠിക്കേ. രണ്ടുപേരും ഇനി അപ്പുറത്തുണ്ടോടാ. ഒരു കില്ലെങ്കിലും എടുത്തിട്ട് ഇറങ്ങ്. ഞാൻ ഒരു നോക്ക് എടുത്തില്ലേ വിഷ്ണു ബ്രോ? ഞാനിത് ഓഫ്ലൈനിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോവാ. ഇനി ഫൈനൽസ് ഗ്രൈൻഡ് ചെയ്ത് നിർത്തി. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഞാനൊന്ന് കളി പഠിക്കട്ടെ. എനിക്ക് അത് സെറ്റിംഗ്സ് കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. സെൻസിറ്റിവിറ്റി സെറ്റ് ആക്കണം ഗൈസ്. സോൺ വരുന്നേ നമുക്ക് അയ്യോ ഞാനിത് എവിടെ ഇറങ്ങി അവൻ അപ്പുറത്തേക്ക് ഇറങ്ങി ഒരുത്തൻ ചത്ത, അവര് രണ്ടും ചത്ര. അവന്റെ ഫിൽഫീഡ് നോക്കട്ട് വെയിറ്റ്. മാച്ച് ലോഗില് ഞാൻ നോക്കിട്ട് അവനും ചത്ത്, വേറത്തും ചത്ര. ഡാർക്ക് ചത്ത്. കാരണം 92 ചടിയുണ്ട്. ഹാർഡ് ഷിഫ്റ്റ് അളിയ. ഇത് എന്തിനളിയാ? നമ്മള് വണ്ടി എടുക്കണം. ഇവിടെ വണ്ടി കിടപ്പുണ്ട്. ഇമാരെ വണ്ടി കിടപ്പുണ്ട്. അതായത് നീ ഒരു കാര്യം ചെയ്യ്, മാക്സിമം ഇമാരെ ലൂട്ട് സാധനങ്ങൾ കൊടുക്കും, സ്മോക്കും കാര്യങ്ങളും എടുക്കും. നമുക്ക് അങ്ങോട്ട് ഓപ്പണിൽ പോയാലേ കിടക്കാൻ ഏറ്റവും ഓപ്ഷൻ കിട്ടുമല്ലോ. നമുക്കൊരു വണ്ടിയുണ്ട്. ജീവിതത്തിൽ എൻ്റെ കയ്യിൽ സ്മോക്കും മൈറ്റൊന്നും ഇല്ല. അടി പറഞ്ഞേ നോക്കില്ല. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലടാ. മാറാ, അങ്ങനെ കിടക്കല്ലേ. നമ്മുടെ വെളിയിൽ നിന്ന് വണ്ടി ഇടും. എന്താ ബഗ്ഗാണോ ഇത് ഇവിടെ? നിക്കല്ലേ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? വേണ്ടി പോവാതെ ഫൈറ്റും വരുമോ? ഫ്രണ്ട് എടുത്ത് കിടപ്പുണ്ട്. ഇവിടെ ഇവിടെ അത് അളിയാ അവൻ നോക്കായ അളിയാ. കാണുന്നോ ഇത്രയും
വേറെ ടീം തേർഡ് പാർട്ടി ആ സമയം പുഷ് ചെയ്തളിയാ മറ്റവന്മാരെ അവനവിടെ കിടക്കാതെ നമ്മൾ അടിക്കാൻ വന്ന് തൊലിച്ചോണ്ട് വന്നേക്കും അതിന്റെ ഇടയിൽ മന്ദോത്തി കഴിയണാണെന്നു അതിനൊക്കെ ജയിക്കണമെന്നല്ല. Vice bro, thank you so much for the membership. Thank you. സരക്കണ്ണ ആദ്യമേ ഇടാവുള്ളത് ശരി ഏറ്റവും നോക്കിയേ